മറ്റൊരു വാർത്ത, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ MLA-യുമായ എ പ്രദീപ് കുമാർ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യത. കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ അദ്ദേഹം മത്സരിക്കുമെന്നാണ് സൂചന. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ MLA ആയിരുന്ന പ്രദീപ് കുമാറിനെ ടേം വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയത്. കോഴിക്കോട് മേയറായിരുന്ന ബീന ഫിലിപ്പിനെയും കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ആലോചനകളാണ്. എ പ്രദീപ് കുമാർ CPM-ന്റെ ജനകീയനായ MLA ആയിരുന്നു. അദ്ദേഹത്തിന് വിപുലമായ സുഹൃത്ത് ബന്ധങ്ങളും സാധ്യതകളുമുള്ളയാളാണ്. കോഴിക്കോട് നോർത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിരുന്നതാണ്. നിരവധി തവണകളിൽ അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ തവണ ടേം വ്യവസ്ഥയിൽ മാറി നിന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും കളത്തിലിറക്കാനുള്ള ആലോചനകളിലേക്ക് കടക്കുന്നു CPM എന്നതാണ് വ്യക്തമാവുന്ന കാര്യം. എ പ്രദീപ് കുമാർ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ അദ്ദേഹം മത്സരിച്ചേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. ടേം വ്യവസ്ഥയുടെ ഭാഗമായി കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയിരുന്ന എ പ്രദീപ് കുമാർ മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യതയാണ്. അതാണിപ്പോൾ ഉയരുന്ന രാഷ്ട്രീയം. വളരെ പ്രധാനപ്പെട്ടതാണ്. കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ച് തിരിച്ചടികളേറെ നേരിട്ട ഒരു ഇടമാണ്. നിയമസഭയിലും ആ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയമുണ്ട്. അതുകൊണ്ട് ഏറെ സുരക്ഷിതമായ CPM-ന്റെ ഇടതുപക്ഷ കോട്ടയെന്ന് വിശേഷിപ്പിച്ചിരുന്ന കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ വലിയ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് നിൽക്കാതെ ആടിയുലയുന്ന മണ്ഡലങ്ങളിൽ ചില ആളുകളെ കൃത്യമായി തന്നെ കളത്തിലിറക്കുക എന്ന ചിന്തയിലേക്ക് തന്നെയാണ് CPM വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കമെന്ന് കരുതാം. എന്തായാലും എ പ്രദീപ് കുമാർ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ എ പ്രദീപ് കുമാർ മത്സരത്തിന് ഒരുങ്ങുന്നു എന്നതാണ്. നിയമസഭയിൽ മത്സരിച്ചേക്കും. സാധ്യതകളും സൂചനകളും അങ്ങനെയാണ്. ഇതിനിടയിലാണ് കോഴിക്കോട് മുൻ മേയർ ആയിരുന്ന ബീന ഫിലിപ്പ്, ഏറെ ജനകീയായ മേയറായിരുന്നു, ഏറെ ഇമേജ് ഉണ്ടായിരുന്ന ബീന ഫിലിപ്പിനെ നിയമസഭാ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനീഷ്, എ പ്രദീപ് കുമാർ വരുന്നു, ബീന ഫിലിപ്പിൻ്റെ സാധ്യതകളും എന്താണ്? ഇവരെ വീണ്ടും കളത്തിലിറക്കാനുള്ള ആലോചനകൾക്ക് പിന്നിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് നമുക്ക് സാധ്യത പറയാൻ പറ്റുക? പ്രധാനമായും ഈ കോഴിക്കോട് നോർത്ത് തന്നെയാണ് പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥലം എന്ന്. പക്ഷേ അവിടെ രണ്ട് കരുത്തരായ ആളുകൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് നിലവിലെ MLA ആയ തോട്ടത്തിൽ രവീന്ദ്രനാണ്. അദ്ദേഹത്തിന് വിപുലമായ ഒരു ആളുകളുമായുള്ള ഒരു പരിചയം ഉണ്ട്. ദീർഘകാലം കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയറായിരുന്നു. ഒപ്പം കഴിഞ്ഞ ടൈമിൽ, അല്ലെങ്കിൽ ഈ അവസാനിക്കാൻ പോകുന്ന ടൈമിൽ അദ്ദേഹം ഉണ്ട് താനും. ആളുകളുമായി വളരെ അടുത്തിടപഴകുന്ന ആളാണ്. വളരെ ശാന്ത സ്വഭാവക്കാരനാണ്. ഒപ്പം ഈ ഭൂരിപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണമൊക്കെ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് അത്തരം ഒരു കൃത്യമായ ഒരു ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉള്ള ആളാണ്. മറുവശത്ത് എ പ്രദീപ് കുമാർ ആണെങ്കിൽ മുൻ MLA ആണ്. 3 തവണ അദ്ദേഹം തുടർച്ചയായി MLA ആയ ശേഷം പിന്നീട് ടേം വ്യവസ്ഥയിൽ മാറുകയും ഈ പാർലമെൻറ്റിലേക്ക് MK രാഘവനെതിരെ മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ മറ്റൊരു താക്കോൽ സ്ഥാനത്തേക്കാണ് അദ്ദേഹം പിന്നീട് നിയമിതനായത്. പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സേവനം നൽകുമ്പോൾ അത് കൃത്യമായ ഒരു സന്ദേശമായിരുന്നു. പാർട്ടിക്ക് അദ്ദേഹത്തെ ഇനിയും ഒരുപാട് ആവശ്യമുള്ള ആളാണെന്നറിയാം. ഒപ്പം ഈ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ആളാണ്. പ്രത്യേകിച്ചും ഈ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഈ സ്കൂളുകളുടെ നവീകരണം പോലുള്ള പദ്ധതികൾ ആദ്യം നടപ്പിലാക്കി കാട്ടിയ ആൾ കൂടിയാണ് പ്രദീപ് കുമാർ. ഒപ്പം കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലായുള്ള വികസന പരിപാടികളിലൊക്കെ അദ്ദേഹം തൻ്റെതായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ച ആൾ കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത പരിഗണിക്കപ്പെടുകയാണെങ്കിൽ ഒരു പരിചയസമ്പന്നതയും ഒപ്പം വിജയഘടകവും ഈ എ പ്രദീപ് കുമാറിനും കോഴിക്കോട് നോർത്തിൽ വലിയ വിജയ സാധ്യത തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. ഇതിനോടൊപ്പം ചേർത്താണ് ഈ കഴിഞ്ഞ കൗൺസിലിലെ മേയറായിരുന്ന ബീന ഫിലിപ്പിൻ്റെ കാര്യം കൂടി പരിശോധിക്കേണ്ടത്. അവർ മേയർ എന്ന രീതിയിൽ നഗരത്തിൽ ഒരു പൊതു സ്വീകാര്യയായ ഒരു വനിതയാണ്. ഒപ്പം ഒരുപാട് കാര്യങ്ങൾ അവരുടെ കാലത്ത് കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് CPM അവകാശപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അവർ അമേരിക്കയിലേക്ക് പോയിരുന്നു, മക്കളുടെ അടുക്കലേക്ക് പോയിരുന്നു. എന്നാൽ അങ്ങനെ പോകുമ്പോഴും കൃത്യമായി ഒരു ഇടവേള കഴിഞ്ഞു മടങ്ങിയെത്തണം എന്ന ഒരു സന്ദേശം പാർട്ടി നേരത്തെ തന്നെ നൽകിയിരുന്നു. പക്ഷേ നമുക്കറിയാം കാര്യങ്ങളൊക്കെ മാറി മറിയുന്ന ഒരു സാഹചര്യം, രാഷ്ട്രീയ ചിത്രം മാറുന്നു. ഈ
മൊത്തത്തിലുള്ള സമവാക്യങ്ങൾ മാറുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം അല്ലെങ്കിൽ ഭൂരിപക്ഷ വോട്ടുകൾ സമീകരിക്കാനുള്ള ഒരു CPM നീക്കം, അങ്ങനെ പലതര ഘടകങ്ങളാണ് മാറി നിൽക്കുന്നത്. എന്തായാലും ഈ 3 സ്ഥാനാർത്ഥികളെ ചുറ്റിപ്പറ്റിയാണ് ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു പടി മുൻതൂക്കം ഉള്ളത് പ്രദീപ് കുമാർ എന്ന കോഴിക്കോട് നോർത്തിൻ്റെ മുൻ MLA-ക്ക് തന്നെയാണ്. സജിത്ത്. യെസ്, അനീഷ്, ഇത് ഈ ബീന ഫിലിപ്പിൻ്റെ അടക്കമുള്ള പേരുകൾ വളരെ സാധ്യതയുള്ള പേരുകളാണല്ലോ, പ്രത്യേകിച്ച് അവർക്ക് ജനകീയ മുഖമാണ്. പക്ഷേ അനീഷ് സൂചിപ്പിച്ചതുപോലെ ആരെ മാറ്റി ആരെ നിർത്തുമെന്ന ചോദ്യമാണ്. ഈ KP അനിൽകുമാറിനെ പോലെ കോൺഗ്രസ് വിട്ട് CPM പാളയിലെത്തിയ നേതാക്കളൊക്കെ സീറ്റ് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടാവും. ഇവർക്കൊക്കെ കോഴിക്കോടാണ് പരിഗണിക്കപ്പെടേണ്ട ഇടങ്ങളും. അങ്ങനെയെങ്കിൽ നിലവിൽ ഒരു ടേമിൽ മാത്രം മത്സരിച്ച ആളുകളെ ഒക്കെ മാറ്റാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അതായത് സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലേ? അങ്ങനെ കരുതണം അല്ലേ? തീർച്ചയായും അങ്ങനെ പറയേണ്ടി വരും. കാരണം ഈ തോട്ടത്തിൽ രവീന്ദ്രനാണെങ്കിൽ പോലും ഒറ്റ തവണയാണ് ഇപ്പോൾ MLA ആയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റുക എന്നതിനൊരു കൃത്യമായൊരു കാരണം പറയാൻ കഴിയാത്ത സാഹചര്യം. കാരണം 76 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. പ്രായാധിക്യമെന്ന് പറയാൻ കഴിയില്ല. വളരെ ആരോഗ്യവാനായി കൃത്യമായി കാര്യങ്ങളൊക്കെ ഇടപെട്ട് പോകുന്ന ഒരു ആളാണ്. മണ്ഡലത്തിലുള്ള ആളുകളോട് വളരെ സരസമായി അല്ലെങ്കിൽ വളരെ സൗഹാർദ്ദപൂർവ്വം ഇടപെടുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റുന്നതിനൊരു ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ പ്രദീപ് കുമാറിനെ പോലൊരു ജനകീയ മുഖത്തിന് അല്ലെങ്കിൽ പാർട്ടി മുൻകാലങ്ങളിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു പറ്റം നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് തന്നെ പ്രദീപ് കുമാറിനെ പറയേണ്ടി വരും. അടുത്ത ആൾ നോക്കിയാൽ ബീന ഫിലിപ്പ്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു പെരുക്കം തന്നെ ഈ കോഴിക്കോട് നോർത്ത് ഭാഗത്തുണ്ട്. പക്ഷേ ഇവരൊക്കെ ജില്ലയിലെ മറ്റിടങ്ങളിലേക്ക് പോയി മത്സരിച്ചാലുള്ള സാധ്യതകളെക്കുറിച്ച് നമുക്ക് അത്ര പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഓരോ മേഖലയ്ക്കും ഓരോ തരം സ്വഭാവമുണ്ട്. ഈ മലയോര മേഖലകളിലെ കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി പോലുള്ള മണ്ഡലങ്ങളാണെങ്കിൽ അതിന് ആ ഭാഗത്തിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. നാദാപുരം, വടകര പോലുള്ള മറ്റു ഇടങ്ങളിലേക്ക് പോയാൽ അത് മറ്റൊരു തരത്തിലാണ്. അതുകൊണ്ട് നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിലാണ് ഈ പരിഗണിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ കൂടുതൽ ഒരു സാധ്യത കൽപ്പിക്കുന്നത്. അതിൽ തന്നെ കോഴിക്കോട് നോർത്ത് കഴിഞ്ഞ കുറേ നാളുകളെ അല്ലെങ്കിൽ മണ്ഡലം രൂപീകരിച്ച ശേഷം കൃത്യമായി CPM-നൊരു മുൻതൂക്കമുള്ള മണ്ഡലങ്ങളാണ്. 10,000-ൽ കൂടുതൽ വോട്ടുകൾക്ക് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് ഈ 3 സ്ഥാനാർത്ഥികൾക്കപ്പുറം മറ്റ് ഒരു സാധ്യത പരിഗണിക്കാൻ ഇപ്പോൾ തയ്യാറാകുമോ, അല്ലെങ്കിൽ ഒറ്റ തവണ മാത്രം ജയിച്ച തോട്ടത്തിലിനെ മാറ്റാൻ തയ്യാറാകുമോ? 3 തവണ തുടർച്ചയായി ജയിച്ച ശേഷം പിന്നീട് മാറ്റിയ പ്രദീപ് കുമാർ ഒരു ഇടവേള വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമാവാൻ എത്തുമ്പോൾ ഒരു വിഘാതം ഉണ്ടാവും എന്നീ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ഈ 2 പേരിലാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. ബീന ഫിലിപ്പിന് ആദ്യം പറഞ്ഞ ഒരു സാധ്യതകളിൽ നിന്നും കുറച്ചൊക്കെ മങ്ങലേറ്റിട്ടുണ്ട്. കാരണം കോർപ്പറേഷനിൽ പ്രതീക്ഷിച്ച ഒരു വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു CPM-ന് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു കോർപ്പറേഷനായിരുന്നു. അവിടെ മറ്റു കോർപ്പറേഷനുകൾ നഷ്ടപ്പെട്ടപ്പോഴും കോഴിക്കോട് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടില്ല എന്നൊരു ആശ്വാസമുണ്ടെങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരും. പക്ഷേ പ്രദീപ് കുമാർ അത്തരം ഘടകങ്ങളൊന്നും നിലവിൽ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. സജിത്ത്. യെസ്, എന്തായാലും സാഹചര്യം അതാണ്. എന്തായാലും പ്രധാനപ്പെട്ട ആലോചനകളാണ്. പ്രദീപ് കുമാർ നിയമസഭയിലേക്ക് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത. ടേം വ്യവസ്ഥയിൽ ഒരു ടേം മാറി നിൽക്കേണ്ടി വന്ന് പ്രദീപ് കുമാറിനെ വീണ്ടും ആശ്രയിക്കേണ്ടി വരുന്നത് ഒരുപക്ഷേ കോഴിക്കോടിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുകൂടിയാവാം. ബീന ഫിലിപ്പിൻ്റെ സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അത്തരം ജനകീയ മുഖങ്ങളെ കൂടുതലായി കളത്തിലിറക്കിയാണ്. നേരത്തെ KK ശൈലജയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാവാം ഈ ആലോചനയുടെ രാഷ്ട്രീയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.